രാജ്യദ്രോഹം കുറ്റം ചെയ്യുന്നവരുടെ മേൽ ചുമത്താൻ വേണ്ടിയിട്ട് ആ നിയമങ്ങളുണ്ട്. അതുകൊണ്ട് ആ നിയമങ്ങളൊക്കെ സ്ട്രിഞ്ചൻ്റ് ആക്കട്ടെ, നമ്മുടെ FCRA ബില്ലല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കോൺറാഡ് സാഗ്മ ഇതിനകത്ത് ഇടപെട്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം ഒന്നാമത് ഒരു കത്തോലിക്കനാണ്, അതായത് ഒരു ഹാർഡ് കോർ കത്തോലിക്കനാണ്. അദ്ദേഹം സഭയുടെ എല്ലാ കാര്യങ്ങളും എല്ലായ്പ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി ഒരു പ്രതികരണം കേരളത്തിൽ നടത്തുകയുണ്ട്. അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഞാനിങ്ങനെ കേട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞു, എന്താണ് പറഞ്ഞത്, കള്ളന്മാർക്ക് പേടിക്കേണ്ടത്. അത് ഞാൻ ബഹുമാനപ്പെട്ട MP സുരേഷ് ഗോപിയോട് ചോദിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അദ്ദേഹം ഈ കള്ളന്മാർ ആരാന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നത് നന്നായിരുന്നത്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ മനുഷ്യരെയും ഒരുമാതിരി സൂചിമുനയിൽ നിർത്തുന്ന കൂട്ട് ഉത്തരം ഇങ്ങനെയുള്ള മറുപടികൾ പറയുന്നത് നമ്മൾ പൊതുജന സമൂഹത്തിന് അല്ലെന്ന് വരില്ല ഈ NGOയിൽ ഈ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഈ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും കള്ളന്മാരാക്കുന്ന ഒരു രീതിയാണത്. അതിനകത്ത് പലരും എന്നോടാണെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും, നമുക്ക് വളരെയധികം ദുഃഖം ചെലുത്തുന്ന ഒരു കാര്യമാണ്. കള്ളന്മാർക്ക് മാത്രമേ പേടിക്കാനുള്ളൂ. അത് വളരെ ഒരു ബാലിശമായ ഒരു ഉത്തരമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ FCRA ബില്ലിൽ ഒരു ഭേദഗതികൾ വരുത്തിയായിരിക്കും, ഇനി മാറ്റിയത് വരുമെന്നൊക്കെയാണോ CBCയുടെ പ്രതീക്ഷ? അങ്ങനെയുള്ള പ്രതീക്ഷ കൊണ്ടാണല്ലോ നമ്മൾ ഇവരെ കാണുന്നത്. അവസാനം എന്തായിരിക്കും ഔട്ട്കം എന്ന് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ നമ്മൾ പ്രത്യാശയോടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒറ്റ സംശയം കൂടെ, അതായത് CBCI വിചാരിച്ചിട്ട് നടക്കാതെ വന്നതോടുകൂടിയാണോ ഈ മേഘാലയ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ തേടിയത്? ഒരിക്കലുമല്ല. മേഘാലയ ചീഫ് മിനിസ്റ്റർ ഒരു കത്തോലിക്കൻ എന്ന നിലയിൽ ഹി ഈസ് പാർട്ട് ആൻഡ് പാഴ്സൽ ഓഫ് CBCI.